അദ്ദേഹം മറ്റേ കോട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. പഴയ വക്കീലല്ലേ, പ്രസിദ്ധനായ വക്കീലല്ലേ. അപ്പോൾ ആ വസ്ത്രത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രമില്ലേ, മേൽവസ്ത്രം അഴിച്ചിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ. അയാളുടെ കണ്ണൊക്കെ അങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ആ നിമിഷം അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ആ നിമിഷം വൈഗാ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:15 ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും മേൽക്കുപ്പായം ഉണ്ടാവില്ല. അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഈ അവനവനിൽ നിന്നുള്ള ഒരു വളർച്ചയാണ് ശരിക്കും സമൂഹത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഈ അവനവനിൽ നിന്നുള്ള ഒരു വളർച്ചയാണ്. എൻ്റെ ഒരു മാസ്റ്ററുണ്ട്, ഒരു ഗുരുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു ദിവസം രാത്രി മാനന്തവാടിയിലേക്ക് KSRTC ബസ്സിൽ പോവാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ട് നിർത്തുട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാം. അപ്പോൾ അദ്ദേഹം പറയുക, മാനന്തവാടിയിലേക്ക് പോവാം ബസ്സിൽ, KSRTCയിൽ. അപ്പോൾ അദ്ദേഹം ഏറ്റവും പിറകിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ബസ്സിൽ, എല്ലാ സീറ്റിലും ആളുണ്ട്. ആ സമയത്ത് ചുരം കയറുന്നതിനിടയിൽ ഒരു സീറ്റിലിരിക്കുന്ന ആൾ ഛർദ്ദിച്ചു. ആൾക്കാകെ വിമ്മിഷ്ടുണ്ടായിട്ട് ഛർദ്ദിച്ചതോടെ ആ സൈഡിലുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റു. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും വരുന്ന പോലുമില്ല. എല്ലാവരും ഇങ്ങനെ ഒരു അനിഷ്ടത്തോടെ മാറി നിൽക്കുകയാണ്. ഇതാര് കാണുകയാണ്? ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഇദ്ദേഹം കാണുക. പക്ഷേ ഈ ഛർദ്ദിച്ച മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് അയാളെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അയാൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന വെള്ളം കണ്ടാലറിയാം ഇയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ആ കുപ്പിയൊക്കെ ഇല്ല, അങ്ങനത്തെ കുപ്പിയാണ്. ഇതേപോലെ ഒരു കുപ്പിയാണ്, നമ്മുടെ പീടിയിൽ നിന്ന് വാങ്ങിയ കുപ്പിയല്ല. അപ്പോൾ ആ കുപ്പിയിലുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്, ഈ ഛർദ്ദിച്ച മനുഷ്യന്. എന്നിട്ട് അവിടെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഒരു പേപ്പർ വിരിച്ചിട്ടൊക്കെ വൃത്തിയാക്കുന്നു. ഇദ്ദേഹത്തെ കംഫർട്ടാക്കിയിട്ട് മാറ്റുന്നു ഈ ആൾ ആരാന്നറിയോ? ഈ ആൾ ആ ബസ്സിലെ കണ്ടക്ടറാണ്. ചെറുപ്പക്കാരനാണ്, അധിക കാലമൊന്നും ആയിട്ടുണ്ടാവില്ല ഇവന് കണ്ടക്ടർ ജോലി കിട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ മാഷ് ഇത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുക. ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, ഇവനൊന്ന് കെട്ടിപ്പിടിക്കെങ്കിലും ചെയ്യണമല്ലോ, ഇതൊക്കെയാണ് മാഷ് ആലോചിക്കണത്. പക്ഷെ മാഷയ്ക്കൊരു നാണം, ആൾക്കാരിടയിൽ നിന്ന് ചെയ്യാനൊരു മടി. എന്നാൽ അഭിനന്ദിക്കെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി, പക്ഷെ ചെയ്തില്ല. ബസ് മാനന്തവാടിയിലെത്തി. ആ ബസ്സിലുള്ള മുഴുവൻ ആളുകൾ ഇറങ്ങി, മാഷ് മാത്രമേ ഇറങ്ങിയില്ല. കാരണം മാഷയ്ക്ക് ഇവനോട് എന്തെങ്കിലും ഒന്ന് പറയണം, ഈ കണ്ടക്ടറോട് എന്തെങ്കിലും ഒരു സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പം കണ്ടക്ടർ ഇങ്ങനെ പൈസയൊക്കെ എണ്ണി നോക്കുന്ന സമയമാണല്ലോ, അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഷ ഈ കണ്ടക്ടർ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇയാൾ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ട ഒരു അയ്യപ്പനാണ്. തുണി കണ്ടാലറിയാം അയ്യപ്പനാണ്. മാഷി ഇവനോടൊരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇവനെ തോളിലിങ്ങനെ തട്ടിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ. 18 പടികളും കയറി അവിടെ ചെന്നാൽ എഴുതി വെച്ചത് അതന്നെയാണ്, തത്വമസി എന്നാണ് എഴുതി വെച്ചത്. എന്താ
അത് വേറൊരാളല്ല, അത് നീ തന്നെയാണ്. ഞാൻ ഈ അടുത്ത് കേട്ടൊരു സ്റ്റോറിയുണ്ട്, കഥയല്ല സംഭവമാണ്. ഒരു വയ്യാത്ത അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു നഴ്സുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു നഴ്സുണ്ട്. ആ നഴ്സ് വൈകുന്നേരം ആയപ്പോൾ പോയി, രാത്രിയായപ്പോൾ പോയി. വേറൊരു നഴ്സാണ് ഇനി രാത്രി ഉള്ളത്. വേറൊരു നഴ്സാണ് രാത്രി അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഈ നഴ്സ് വന്ന പാടെ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹത്തിന് തീരെ വയ്യ. തീരെ വയ്യ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷങ്ങൾ പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ പെടച്ചിലും ആ ഒരു പ്രയാസമൊക്കെ കണ്ടപ്പോഴേ നഴ്സ് അദ്ദേഹത്തോട് ചെവിയിൽ ചോദിച്ചു, നിങ്ങളുടെ മകൻ പുറത്തിരിക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിളിക്കണോ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇദ്ദേഹം അതിന് മറുപടി ഒന്നും പറയണില്ല, അദ്ദേഹത്തിന് അതിനൊന്നും കഴിയില്ല. അപ്പം നഴ്സ് ഓടിപ്പോയിട്ട് ആ മകനെ വിളിച്ചു. മകൻ ഓടി വന്നു. മകനോട് പറഞ്ഞു, മോൻ ഇവിടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. അച്ഛനോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടുന്നുണ്ട്, അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നു. അയാൾക്ക് പറ്റുന്ന പോലെയൊക്കെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു എന്നറിഞ്ഞ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും ആ അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ മകനില്ലേ, ഈ മകൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ. പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നഴ്സിനോട് ഒരു ചോദ്യം. ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്ന് പോയി. ഇതാരാണ്? അപ്പം നഴ്സ് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ വാർഡില്ല. പിന്നെന്തിനാ നിങ്ങൾ ഓടി വന്നത്? ഇന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നു. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഓടി വന്നതാണ്. നഴ്സിനൊന്നും പറയാനൊന്നും കിട്ടിയില്ല. കൈകളിങ്ങനെ കൂപ്പിയിട്ട് പറഞ്ഞു, താങ്ക് യു. ആയുസ്സിൽ കുറച്ച് മനുഷ്യന്മാരെങ്കിലും നമ്മുടെ മുന്നിലിങ്ങനെ നിന്നിട്ട് കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി നിന്ന് താങ്ക് യു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ. താങ്ക് യു.